നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് പള്ളിയിലേക്ക് പോവാണ്. നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ തുടങ്ങി ഇപ്പോൾ ഒരാഴ്ചയായി എന്നാണ് നമ്മൾ പോകുന്നത്. എന്നിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവരോട് ഞാൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ കിങ്ങിണി പറയാണ് പള്ളി പോവാണ്. അപ്പോൾ നമുക്കിനി പള്ളിയിൽ എത്തിയിട്ടെല്ലാം കാണാം ഗൈസ്. അപ്പം എന്താകും എന്നറിയില്ല. ഒന്നാമത് ലിയോനെയും കൊണ്ട് പോകുന്നതാണ്. അവനിപ്പോൾ പിടിച്ചു വെക്കേണ്ട പ്രായമല്ലാത്തത് കൊണ്ടും ഓടിക്കളിക്കേണ്ട ഒരു പ്രായമാണല്ലോ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഒരു സമയം ഒരു 6:30 ടൈം ആയിട്ടുണ്ട്. തിരക്കുണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി പള്ളിയിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. വിചാരിച്ച പോലെ അല്ല, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത തിരക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം തിരക്ക് വളരെ കുറവാണ്. പുറത്തുനിന്ന് വരെ വരുന്ന ഒരു അതായത് പുറത്തുനിന്ന് വരെ വന്നിട്ട് നേർച്ച സാധിക്കുന്ന ഒരു പള്ളിയാണത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പള്ളിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ്. നീങ്ങുന്നതനുസരിച്ച് ലിയോ ഈ ബലൂണ് ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കൈ ചൂണ്ടി പറയുന്നുണ്ട്. എങ്കിലും വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു നമ്മളങ്ങോട്ട് ചെല്ലുന്ന ആ ഒരു ടൈമിൽ. ഇവിടെ കളിപ്പാട്ടങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇതെന്താ സംഭവം തന്നെ ആയിരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ കുറേ കച്ചവടക്കാരുണ്ട്. അതായത് മെഴുകുതിരിയും മാലയും വിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് വാങ്ങിയിട്ട് വേണം നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറാനുള്ളത്. അപ്പോൾ നമ്മളത് വാങ്ങി ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം എത്രത്തോളം ക്യൂ ഉണ്ട്. സാധാരണ ഇങ്ങനെ ക്യൂ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അത്രയ്ക്കും തിരക്കാണ് ഉണ്ടാവുക. നമ്മൾ തന്നെ ക്യൂ നിൽക്കലുമില്ല. അതായത് ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എങ്ങനെ മാല വാങ്ങിച്ചിട്ട് ചോദിച്ചു ഇതെന്തിനാ മാല എന്തിനാന്ന് ചോദിച്ച്. സാധാരണ അവൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ സ്വന്തം നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ലേന്ന്. അവൾ കണ്ണൂർ ചാലയിലായിരുന്നു, ചാല ആ ഭാഗത്തായിരുന്നു. ഇപ്പോഴാണ് അവൾ നമ്മുടെ അടുത്തേക്ക്, അതായത് നമ്മുടെ നാട്ടിൽ തലശ്ശേരിയിലേക്ക് വന്നത്. ഇപ്പോൾ കുറച്ച് നാളായി ഇവിടെ തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ പെരുന്നാളിനൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഈ മാലയൊക്കെ എന്തിനാ എന്നവൾ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ സ്വന്തം നാട്ടിലായതുകൊണ്ട് അറിയില്ലേ അതുകൊണ്ടാണ് ഇതിനൊരു ക്ലാരിഫൈ ചെയ്ത് തന്നത്. അപ്പോൾ ഉള്ളിൽ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്, ചന്തയൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഒന്നുമല്ല, നമ്മുടെ ലിയോ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ലിയോയ്ക്ക് അവിടെ ഒരു ബലൂൺ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര നേരം നല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്ന ആള് ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ പോലീസ് നിൽക്കുന്നുണ്ട്, ലൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഓരോരോ ഭാവങ്ങൾ ഇട്ട് തരുന്നുണ്ട്. ഇടയ്ക്ക് എനിക്കൊരു അടിയും തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. അപ്പം നമ്മൾ നിന്ന ഭാഗത്തുള്ള ചന്തയിലെ ഒരു ഭാഗമാണ് കേട്ടോ. കുറേ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. പണ്ട് എനിക്ക് കുഞ്ഞുനാളിലുള്ള ശീലമായിരുന്നു കുഞ്ഞി കൊന്ത കാണുമ്പോൾ വാങ്ങുക എന്നുള്ളത്, കുഞ്ഞി മാതാവിനെ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട വാതിക്കൽ എത്തിയിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടാണല്ലേ ഇവർ ഈ പള്ളി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ മനോഹരമാണ് ഓരോരോ വർഷങ്ങളിലും. ഇവർ ഓരോരോ വർഷവും ഓരോരോ രീതിയിലാണ് പള്ളി അലങ്കരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ ഉള്ളിൽ നിറയുക എന്ന് പറയുന്നില്ല, അതുപോലെയാണ് പള്ളി ഇവർ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഒരുക്കുന്നത്. അവിടെയാണ് മാതാവിനെ വെച്ചിട്ടുള്ളത്. അപ്പം അവിടെയാണ് എല്ലാവരും മാല ഇട്ടിട്ട് ആ ഒരു വഴി കൂടെ ഇറങ്ങിപ്പോവും. അപ്പം നമ്മുടെ ലിയോ താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പള്ളിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്ര മനോഹരമാണ് ഈ പള്ളി അലങ്കരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ലിയോ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങൊക്കെ പോയി കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇത്രയും നേരം ക്യൂ നിന്ന് കാത്ത് വന്ന മാതാവിൻ്റെ രൂപം. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ മാലയിടുന്നുണ്ട്. ഞാനിവിടെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടല്ല ഞാൻ ക്യാമറ പിടിച്ചതെന്ന് എനിക്കറിയാം. വേറെ ഒന്നുമല്ല, ആ സൈഡിൽ ലിയോ നിന്ന് കളിക്കുന്നുണ്ട്, ഞാൻ അവനെ നോക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഈ ക്യാമറയിൽ ഇവരുടെ മുക്കും മുറിയൊക്കെ കാണുന്നത്. ഇപ്പോൾ കിങ്ങിണി വാങ്ങിച്ചതുകൊണ്ടാണ് എന്നെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയത് തന്നെ. അപ്പോൾ നമ്മളിനി ഇവിടെ ചാർത്തിയ മാല നേരെ നമ്മൾ ഇപ്പുറത്ത് വരുമ്പോൾ ഇത് നമുക്ക് മുറിച്ച് നമ്മുടെ കയ്യിലൊരു പ്രസാദം പോലെ തരും. നമ്മൾ ഈ അമ്പലത്തിലെല്ലാം കൊടുക്കുന്നത് പോലെ ഇവിടെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത്. അതായത് എൻ്റെ കൊല്ലം സൈഡൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നേർച്ച വാങ്ങി നമ്മുടെ ലിയോ കുട്ടനും ഇത് നേർച്ച വാങ്ങാൻ വേണ്ടിയിട്ട് കൈ നീട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുട്ടിയായിട്ടൊക്കെ നേർച്ചയെല്ലാം വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇത് അരി വറുത്തതാണ് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്. പിന്നെ ഈ പൂവ് നമുക്ക് തിരിച്ചെന്തിനാ നമ്മുടെ കയ്യിലേക്ക് മുറിച്ച് തരുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും അത് തലയിലേക്കാണ് ചൂടുക. പക്ഷേ ഇത് നമ്മുടെ സൈഡിൽ നമുക്ക് മാതാവിൻ്റെ അടുത്ത് വെച്ച പൂവൊന്നും അങ്ങനെ നമ്മൾ തലയിൽ വെക്കത്തില്ല. പക്ഷേ ഇവിടെ തലശ്ശേരി ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു പള്ളിയിൽ മാത്രമാണ്, മറ്റുള്ളതെന്ന് എനിക്കറിയില്ല, പള്ളിയിൽ എല്ലാവരും തലയിലാണ് വെച്ചിട്ട് പോകുന്നത് കാണുന്നത് ഞാൻ. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഞാൻ കൊല്ലംകാരി ആയതുകൊണ്ടാണ് അവിടുത്തെ ഒരു സൈഡാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മെഴുകുതിരി കത്തിക്കുകയാണ്. ഇവിടുന്ന് നേരെ നമ്മളിതാ ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ചന്തയിലെ അധിക കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് എൻ്റെ കയ്യിൽ ലിയോ ഉണ്ടായിരുന്നു, ഒരു കയ്യിൽ ക്യാമറയുമായിട്ടാണ് ഞാൻ പിടിച്ചത്. അവൻ വേറെ ആരുടെ അടുത്തും അടങ്ങി നിൽക്കുന്നില്ല. കാരണം അമ്മേൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ഇറങ്ങി പോകാൻ അല്ലെങ്കിൽ അവനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നിർബന്ധം കാണിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ക്യാമറ പിടിച്ചിട്ടുള്ളത്. അപ്പം ആർക്കും ഒന്നും തോന്നരുത് എൻ്റെ ക്യാമറ ശരിയില്ല എന്ന്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തതാണ്. ഒരൊറ്റ കയ്യിൽ ക്യാമറ എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചന്ത എന്ന് പറയുമ്പോൾ കുറേ ഈ ഒരു ഭാഗത്തും പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും കുറേ ഉണ്ട്. അപ്പോൾ കുറേ പല വിധത്തിലുള്ള അലുവ അങ്ങനെയൊക്കെ ഉണ്ട്, പൊട്ട്, കമ്മൽ. നമുക്ക് പറയണ്ടല്ലോ ഒരു പള്ളിപ്പെരുന്നാളിൽ എന്തെല്ലാം കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും വാങ്ങിയില്ല. അതാണ് ഇതിലെ മെയിൻ കാര്യം. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ റോഡ് സൈഡ് മുറിച്ചിട്ട് ഇപ്പുറത്തെ ഒരു സൈഡ് ചന്തയുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ കോളിഫ്ലവർ, പിന്നെ മുളക് ബജി, ഇങ്ങനെയൊക്കെയുള്ള ഐസ്ക്രീം, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ്. പക്ഷെ എന്നാലും കളിപ്പാട്ടങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മുളക് ബജി വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് മുളക് ബജി വാങ്ങിച്ച്, കിങ്ങിണി കോളിഫ്ലവർ, ഞാനും അമ്മയും മുളക് ബജിയും ലല്ലും മുളക് ബജിയും തന്നെ വാങ്ങി. ലിയോയ്ക്ക് കോളിഫ്ലവർ വേണ്ട, മുളക് ബജി എന്നെ മതി എന്നതായിരുന്നു. അപ്പോൾ മുളക് മാറ്റി അതിൻ്റെ ഇത് കൊടുത്തു. പിന്നെ അവിടുത്തെ ഗൂഗിൾ പേയിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അത് ഓഫാക്കിയതിന് ശേഷം പിന്നെ അവനെ നോക്കി അത് കഴിച്ച് നേരെ ഐസ്ക്രീമിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇവൻ പാല് കുടിച്ചുകൊണ്ടിരുന്നവൻ ഇവൻ ഐസ്ക്രീം കണ്ടപ്പോൾ പാല് ഉപ്പിയെടുത്ത് ആ ഫ്രീസറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഐസ്ക്രീം വാങ്ങിയവനാണ് നമ്മുടെ ലിയോ. അങ്ങനെ അവസാനം അവർ ആ കുപ്പി നമുക്ക് തിരിച്ചെടുത്ത് തന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങി. ഇത്രയും കാലം ഐസ്ക്രീം എൻ്റെ മോൻ കഴിക്കുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. വേറൊരു കപ്പ് വാങ്ങിയിട്ട് അതിലെ പകുതി ഐസ്ക്രീം നമ്മൾ പകുത്ത് അവൻ്റെ കൈ കൊടുത്ത്. പക്ഷെ അതിനൊരു ലഹള ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എടുത്തിട്ടില്ല. കാരണം ഇവൻ ഈ കരയുമ്പം ഈ വീഡിയോ പിടിക്കുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സമാധാനപരമായി വന്ന് ഐസ്ക്രീം കുടിക്കുകയാണ്. അപ്പോൾ ലല്ലു ഇവിടെ സ്ട്രോബെറിയും, നമ്മളിവിടെ വാനിലയാണ്. എനിക്ക് വാനിലയാണ് ഇഷ്ടം കേട്ടോ. അധികം നമ്മൾ വാനിലയാണ് വാങ്ങാറ്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനവും വാങ്ങിയിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലിയോനെ വീട്ടിലാക്കിയിട്ട് ഞാനും കിങ്ങണിയും വരണമെന്നാണ് പ്ലാൻ ഇടുന്നത്. ലിയോനെ കൂട്ടിയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവന്മാർക്ക് 2 തവണ വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കുക എന്നായിരുന്നു മാത്രമായിരുന്നു ഉദ്ദേശം. അപ്പം എനിക്ക് പള്ളിയിലെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനകത്ത് നമ്മുടെ പള്ളിയിലെ ഒരു ചെറിയ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്തൊരു സോങ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കും, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും നല്ലോണം ക്ഷീണം പിടിച്ച് എന്നാണ് അമ്മ പറയുന്നത് ഇപ്പോൾ. കാരണം നമ്മളെല്ലാവരും ലിയോനെ പിടിച്ച് വെച്ചിട്ട് ക്ഷീണം പിടിച്ചു പോയി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം രാത്രിത്തേക്ക്. അപ്പോൾ ഏട്ടൻ അവിടെ കറി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.
ബൈ.